ഏഷ്യാനെറ്റ് ന്യൂസിലെ ചീഫ് അസോസിയേറ്റ് എഡിറ്ററും അവതാരകനുമായിട്ടുള്ള വിനു വി ജോണിനെതിരെ കലാപാഹ്വാന കുറ്റം ചുമത്തി തലസ്ഥാന നഗരത്തിലെ സിറ്റി കന്റോൺമെന്റ് പോലീസ് ഒരു കുറ്റപത്രം സമർപ്പിച്ചതിനെക്കുറിച്ചാണ്. ഇത്ര വലിയ ഗുരുതരമായ കുറ്റം എന്താണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളത് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നേരത്തെ ഒരു ചാനൽ ചർച്ചയിൽ നടത്തിയ ഒരു പരാമർശം സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം ചോദിച്ചപ്പോൾ അത് വലിയൊരു കലാപാഹ്വാനമാക്കി മാറ്റുകയും അതിനെതിരെ ഗുരുതരമായ വകുപ്പ് ചുമത്തി തടവറയ്ക്കുള്ളിൽ അടയ്ക്കണമെന്ന കർക്കശമായ തിട്ടൂരം നൽകിയതായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം 3ാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്. പറഞ്ഞു വരുന്നത് 2 കൊല്ലം മുന്നത്തെ ഒരു കാര്യമാണ്. അന്നത്തെ രാജ്യസഭാ അംഗവും മുതിർന്ന CPM നേതാവുമായ ഇളമരം കരീമിനെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് അവതാരകൻ വിനു വി ജോൺ ആക്ഷേപിച്ചു എന്നാരോപിച്ചാണ് CPM കടുത്ത പ്രതിഷേധമെന്ന് സംഘടിപ്പിച്ചത്. ഇളമരം കരീം പോയ വണ്ടി ഒന്ന് അടിച്ചു പൊട്ടിക്കണമായിരുന്നു, ഇളമരം കരീം പോയ വണ്ടിയുടെ കാറ്റടിച്ചു വിടണമായിരുന്നു, ഇളമരം കരീമിൻ്റെ മുഖത്തടിച്ച് ചോര വരുത്തണമായിരുന്നു എന്ന് ന്യൂസ് അവറിൽ വെച്ച് ഇളമരം കരീമിൻ്റെ വാക്കുകളോട് പ്രതികരിച്ചുകൊണ്ട് വിനു വി ജോൺ പറഞ്ഞിരുന്നു. ഇതാണ് വിവാദമായി മാറിയത്. ആൾക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും തൊഴിൽ സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കടുത്ത വകുപ്പുകൾ ചുമത്തി ഇരുമ്പറയ്ക്കുള്ളിൽ അടയ്ക്കാനുള്ള തിട്ടൂരം അധികാരികൾക്ക് സർക്കാർ തന്നെ അറിഞ്ഞു നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 504 ഉദ്ദേശപൂർവ്വം സമാധാനം ലംഘിക്കുന്നതിന് പ്രകോപനം നൽകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അപമാനിച്ചു. 116 തടവ് നൽകി ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റത്തിനുള്ള പ്രേരണ നൽകൽ കുറ്റം ചെയ്യൽ, 506 കുറ്റകരമായ ഭയപ്പെടുത്തൽ, 107 കുറ്റം ചെയ്യിക്കാനുള്ള പ്രേരണ, കേരള പോലീസ് ആക്ടിലെ 120(o) എന്നീ വകുപ്പുകളാണ് നിലവിൽ കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്നത്. മാധ്യമ പ്രവർത്തനത്തിലുള്ള കടന്നുകയറ്റമായിട്ട് മാത്രമേ ഈ കേസിനെ കാണാൻ കഴിയൂ എന്ന് സാരം. അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ഒരു മാധ്യമപ്രവർത്തകന്റെ മേൽ IPC സെക്ഷൻ 504 ഒക്കെ ചുമത്തി കേസെടുക്കുന്നത് ഒരു ഭീഷണിക്ക് സമാനമാണ്. അല്ലെങ്കിൽ ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള എല്ലാ മാധ്യമപ്രവർത്തകരോടുമുള്ള മുന്നറിയിപ്പായി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തിട്ടൂരങ്ങളെ തീരെയും കൂസാത്ത ഒരു മാധ്യമപ്രവർത്തകൻ തന്നെയാണ് വിനു വി ജോൺ. ഇദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേ തന്നെ നിരവധി പ്രമുഖർ എത്തിയിരുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്നവർ തന്നെ അതിൻ്റെ നാവരിയുന്ന പ്രവണതയാണ്, കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇളമരം കരീമിൻ്റെ പരാതിയിൽ വിനു വി ജോണിനെതിരെ കേസെടുത്ത കാര്യം പോലും 1 വർഷത്തോളമായി പോലീസ് പോലും രഹസ്യമാക്കി വെച്ചു. എന്തിനു വേണ്ടി? മാസങ്ങൾക്ക് ശേഷം തൻ്റെ പാസ്പോർട്ട് പുതുക്കാനായി വിനു വി ജോൺ അപേക്ഷ നൽകിയ സമയത്തായിരുന്നു തനിക്കെതിരെ ഇങ്ങനെ ഒരു കേസുള്ള വിവരം പോലും അറിയുന്നത്. 2022 മാർച്ച് 28-നെടുത്ത കേസിൽ ചോദ്യം ചെയ്യലിന് 2023 ഫെബ്രുവരി 23-നാണ് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. അന്നാണ് പോലീസ് നോട്ടീസ് അയച്ചത്. ആ സാഹചര്യത്തിൽ വിനു വി ജോൺ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴിയും സമർപ്പിച്ചു. ഒരു മാധ്യമപ്രവർത്തകൻ ജനങ്ങളുടെ വേദനയ്ക്കൊപ്പം നിൽക്കേണ്ടതുണ്ടെന്നും ഭരണഘടന അനുവദിച്ച സഞ്ചാര സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടപ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ട കർത്തവ്യം തനിക്കുണ്ടെന്നും വിനു വി ജോൺ അന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു.